നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, എല്ലാവരും ചോദിക്കുന്ന രവിയേട്ടൻ എന്നുള്ള രീതിയിൽ നമ്മുടെ അപ്പോയിന്റ്മെന്റ് നമ്പർ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ചാനൽ നമ്പറാണ്. അപ്പൊ അതിലെല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ജോലി ശരിയാവുന്നില്ല. ഞങ്ങളുടെ ഈ പറയുന്ന ജാതക പ്രകാരം അല്ലെങ്കിൽ രാശി പ്രകാരം, എന്റെ ജന്മ നക്ഷത്ര പ്രകാരം അതിന് വല്ല മാർഗം ഉണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് യാതൊരു മാർഗവും ഇല്ല. അപ്പൊ അതിന് എല്ലാവർക്കും ഉള്ളൊരു ഉത്തരമായിട്ട്, അത് രക്ഷിതാക്കളായിട്ടും അതല്ലെങ്കിൽ ജോലി തേടി നടക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ, നമ്മുടെ കുഞ്ഞാനിയന്മാർ, അനിയത്തിമാർ, ഇവരൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതിനൊരു ഉത്തരം എന്നുള്ള രീതിയിലാണ് രവിയേട്ടാ, എന്താണ് ഇതിനൊരു ഉത്തരം കൊടുക്കുന്നത്? തൊഴിൽ ആർക്കും കണ്ടെത്താവുന്നതാണ്. എല്ലാവർക്കും തൊഴിലുണ്ട്. പക്ഷെ ഞാൻ എന്ത് തൊഴിൽ ചെയ്യാനാണ് എൻ്റെ യോഗം എന്ന് തിരിച്ചറിയുക. അത് നമുക്ക് കണ്ടെത്തി കൊടുക്കാം. പിന്നെ സർക്കാർ ജോലി എല്ലാവർക്കും ആവശ്യമാണ്. സർക്കാർ ജോലി ലക്ഷണങ്ങളുണ്ട്, 7 ലക്ഷണങ്ങളുണ്ട്. ആ ജാതകത്തിൽ ഗ്രഹങ്ങൾക്ക് മൗഢ്യമില്ലാതെ കർമാധിപൻ ബലവാനായി നിൽക്കുക, സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുക, ചൊവ്വ നീചഭംഗം കൊണ്ടു നിൽക്കുക, ഇങ്ങനെ 6-7 ലക്ഷണങ്ങളെ കൊണ്ട് നമുക്ക് തൊഴിൽ സർക്കാർ ജോലി ലക്ഷണം കണ്ടെത്താം. അത് കേരള സർക്കാരാണോ വിദേശ സർക്കാരാണോ അല്ല സെൻട്രൽ ഗവൺമെന്റ് ആണോ എന്നും വരെ കണ്ടെത്താം. എന്നിട്ട് അതിന്റെ പ്രാക്ടിക്കൽ ആവാൻ, അതിന്റെ എഫക്റ്റ് കിട്ടാൻ അയാൾ അതിനുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടതാണെങ്കിൽ നിർദ്ദേശിക്കുന്ന ഇത് വിധിപ്രകാരം ചെയ്താൽ തൊഴിലുറപ്പാണ്. തൊഴിലില്ലാത്തവന് എനിക്ക് സർക്കാർ ജോലി വേണമെന്ന് പറഞ്ഞു ചേർന്നാൽ ഒരു രക്ഷയില്ല. എല്ലാവരും MA പഠിച്ചതിനൊക്കെ MEd എടുത്തിട്ട് പിന്നെ എല്ലാവർക്കും ടീച്ചറാവുന്നു, പ്രൈവറ്റ് സെക്ടറിൽ കാശ് കൊടുത്ത് വാങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പൊ സർക്കാർ ജോലി ലക്ഷണത്തിന്റെ 7 അവസ്ഥകൾ നമുക്ക് കണ്ടെത്തി പറയാൻ സാധിക്കും. അതിൽ കിട്ടുമല്ലേ എന്നുള്ള ഉറപ്പിച്ച് പറയാൻ. അപ്പൊ കിട്ടണോന്ന് അതിന്റെ മാർഗം പറഞ്ഞു കൊടുക്കും. ഇന്നെ റൂട്ട് കൂടെ പോയാൽ നിങ്ങൾക്ക് ആ ജോലി സാധ്യത എളുപ്പത്തിൽ കിട്ടും എന്ന് നമുക്ക് പറയാം. ആ സാധ്യതയില്ലാത്ത ആള് ഇതിൽ നടന്നിട്ട് കാര്യമില്ലല്ലോ. ഇല്ല, എന്ത് കച്ചവടം ചെയ്താലും പൊളിയാണോ? അയാളുടെ ചന്ദ്രൻ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന ഗ്രഹം ചന്ദ്രനാണ്. തുലാൻ രാശി കച്ചവടത്തിന്റെ രാശിയാണ്. ആ രാശിയുടെ അധിപതിക്ക് ബലം ഉണ്ടാവണം. അപ്പൊ കച്ചവടം വിജയിക്കും. ചിലർ എന്ത് കച്ചവടം ചെയ്താലും വിജയിക്കുന്നവരുണ്ട്. ലക്ഷക്കണക്കിന് ഉറുപ്പ്യ മുടക്കിയിട്ട് പൊളിയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ ഗ്രഹനിലയ്ക്കനുസരിച്ചിരിക്കും. ഗ്രഹനില ഒരു ബലമില്ലാത്ത ഗ്രഹനിലനെ പോഷിപ്പിച്ചു കൊണ്ടുവന്നിട്ട് അത് നടക്കുന്ന കാര്യമില്ല. അയാൾ ജനിച്ച സമയത്ത് ഗ്രഹങ്ങളുടെ ബലാബലം നോക്കിയിട്ട് വേണം. അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ ആണെങ്കിലും പ്രൊഫഷൻ ഇല്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ എന്ത് ചെയ്താൽ ജയിക്കും? ഇവിടെ തന്നെ ഉണ്ടായ ഒരു ഇല കച്ചവടക്കാരൻ പച്ച ഇലകളെ കൊണ്ട് രക്ഷപ്പെടുന്നു. അയാളിപ്പോ ഗുരുവായൂർ ദേവതത്തിലേക്ക് ഇല കയറ്റി, മകൻ ഡോക്ടറായി വലിയ വീട് വെച്ചു. അപ്പൊ അതില് കുശാഗ്രത കാണിക്കണം. ഇലക്കച്ചവടം തേക്കിന്റെ ഇല വിറ്റിട്ട് പഴയ കാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാർ, അത് ഇലക്കച്ചവടമാണ്. പിന്നീട് അവര് എന്തെങ്കിലും അവരുടെ കർമ്മമാർഗം കണ്ടെത്തിയിട്ട് വിജയിക്കുന്ന ആൾക്കാർ. എല്ലാവർക്കും കപ്പലണ്ടി കച്ചവടം ആവില്ല, എല്ലാവർക്കും സർക്കാർ ജോലി ആവില്ല. അത് അവരുടെ യോഗങ്ങൾ നമുക്ക് ജാതകത്തിലൂടെ ശോഭിക്കും എന്നുള്ളത് നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. മറീൻ എഞ്ചിനീയർ ആവാം, ശരിയാക്കും. ഡോക്ടർ ആവാനാണോ എനിക്ക് താല്പര്യം, എന്റെ മകനെ ഡോക്ടർ ആക്കണം. പക്ഷെ അയാൾക്ക് എയർഫോഴ്സിൽ ജോലി ചെയ്യാനോ യോഗം ചരിച്ചാൽ വായുവിൽ മെക്കാനിക്കൽ അങ്ങനെയാണെങ്കിൽ അയാൾ അതിലെ ശോഭിക്കുള്ളൂ. പേരും പ്രസിദ്ധിക്കുള്ള ഒരു ഡോക്ടർ ബോർഡും വെച്ചിരുന്നാ പോരല്ലോ. അഡ്രസ് ശോഭിക്കണ്ടേ, കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ രോഗികൾ വരണ്ടേ. ഒരുപാട് ഡോക്ടർമാരും വക്കീലന്മാരും ഇതുപോലെ ഉണ്ട്, പേര് മാത്രമേ ഉള്ളൂ. കേസില്ലാത്ത വക്കീലന്മാർ ഒത്തിരി ഇഷ്ടം BL എടുത്തിട്ട് പിന്നെ രാഷ്ട്രീയം കഥറുണ്ടെങ്കിൽ അവർക്കൊരു പ്രൊഫഷൻ ആയെന്നും കൂട്ടാം. അതിന് വേണ്ടിയിട്ടും വരുന്ന ആൾക്കാർ. പേരിന് മുമ്പിൽ ഡോക്ടർ ശനി ബലവാനാണെങ്കിൽ അയാൾ ഭരണാധികാരിയാവും. ശരിക്ക് കർമ്മ സ്ഥാനത്ത് ഉള്ള നല്ല ഉച്ചത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഭരണരംഗത്ത് ശോഭിക്കും. നിപുണൻ ഭയങ്കര ശക്തനായിരിക്കും. നിപുണൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാൻ. അത് സൂര്യനും മൗഢ്യമില്ലാതെ സൂര്യനോട് യോഗം ചെയ്ത് ബുധൻ നിന്നാൽ ഉഷാഗ്ര ബുദ്ധിമാനായിരിക്കും. അവിടെ ശുക്രനും കൂടി അതേമാതിരി ബലവാനായിട്ട് നിന്നാൽ സാഹിത്യാദി കുതുകി, അത്തരം രംഗത്ത് സാഹിത്യം, നിഗൂഢ ശാസ്ത്രം, വൈദ്യം, ജ്യോതിഷം, തച്ചുശാസ്ത്രം ഇതിനും ശോഭിക്കും. അതൊക്കെ കുറഞ്ഞ ബലത്തിലുള്ളൂ വെച്ചാൽ അയാളും പ്രൊഫഷണൽ തന്നെയായിരിക്കും. അയാളുടെ പേരും പ്രസിദ്ധിയും കുറച്ച് കുറയും. ഇതിന്റെ ദിശകളും കാര്യങ്ങളും പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ വരുന്നതിൽ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങളുടെ തൊഴിൽ ഇന്നതാണ്, കിഴക്ക് പോയിട്ട് ജോലി ചെയ്യണം. നിങ്ങളുടെ ബാങ്ക് ഇടപാടുകൾ കിഴക്ക് ഭാഗത്താവണം അല്ലെങ്കിൽ പടിഞ്ഞാറാവണം. ചിലർക്ക് 2 ബാങ്കിങ് ഇടപാട് പറയും.
അപ്പൊ ഒരു ബാങ്കിൽ റെഗുലർ റണ്ണിങ്, ഉം, മറ്റേ സേവിങ്സ് ആണെങ്കിലും അയാൾക്ക് പേഴ്സണൽ ആയിട്ട് ഉപയോഗിക്കേണ്ട ഘട്ടം വരും. അതിലേക്ക് ഇത്ര വിഹിതം, ഉം, ഉം, അതിന് ഒരാൾക്ക് ഒരു ജോലി ചെയ്യുമ്പോൾ ഉം. എത്ര ഓറുണ്ട്, അതിനനുസരിച്ചുള്ള വരുമാനം എത്ര കിട്ടും, ഉം, അതിൽ എത്ര ചെലവാകും, ഉം. ജോലിക്ക് ആനുപാതികമായ ശമ്പളം കിട്ടുമോ, ഉം, അതൊക്കെ കണ്ടെത്താൻ സാധിക്കും. ഉം, ഉം, ഗ്രഹങ്ങളുടെ രശ്മികൾ കണ്ടെത്താൻ കുറച്ച് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലപ്പാ. ഉം, 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 ശരിക്കും ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഉം, ഉം, അത് പെട്ടെന്ന് കണ്ടെത്തി പറിച്ചു കൊടുക്കും. ഉം, ഉം. അത് അവരനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർ അതെ. വിജയിക്കും. അത് പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുക കൃത്യമായിട്ട്. അല്ല, ഒരു 90% ആൾക്കാർ അനുസരിക്കുന്നുണ്ട്. പിന്നെ ചില എല്ലാറ്റിലും മടിയുള്ള ആൾക്കാരുണ്ടാവില്ലോ. കുറച്ച് ദിവസം നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ദിവസം ചെയ്തു ഒന്നും ശരിയായില്ല. ഈ ഈശ്വര വിശ്വാസത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ എനിക്കൊന്നും കിട്ടിയിട്ടില്ല, ഞാൻ അങ്ങോട്ടില്ല, അത് ദൈവം തന്നെ പറയിപ്പിക്കുക, പരീക്ഷണം കൊടുക്കുക. അവൻ ഓക്കെ ആയി, ഒരു 90% നദി കടന്നു കഴിഞ്ഞു, ഇനി ഒരു 10% ഉള്ളൂ, വേണ്ടടാ അവിടേക്ക് പറയുമ്പോ അയാൾക്ക് മടുപ്പ് വരും. അത് ഈശ്വര കൽപ്പിതാണ്. അതിനെ അതിജീവിക്കാൻ സെൽഫ് ഒരു കഴിവ് വേണം. ഭഗവാന്റെ പരീക്ഷണമാണ്. ഞാൻ ഏതായാലും ഇത്ര എത്തിയല്ലോ, അവൾ അക്കരെ കയറും, അവനെ പെട്ടെന്ന് സഹായിക്കും. കോൺഫിഡൻസ്, പ്രവർത്തനം നിർത്തരുത്. എത്ര ദിവസം കഴിഞ്ഞാൽ ഈ നാമം ജപം നിർത്താം? ഒരാളിനോട് ചോദിച്ചു, അയാൾക്ക് സാമ്പത്തികമായ ഭയങ്കര, എത്ര ദിവസം ജപിക്കണം, എത്ര ദിവസം കഴിഞ്ഞാൽ നിർത്താം? നമുക്ക് പണം മതി തോന്നാൻ നിർത്താം, അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മതിയും തോന്നില്ലല്ലോ. ഇതിനൊരു ലഹരി അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു നിർവൃതി വരാണ്ട് ഈ നാമജപം. അത് പിന്നെ അയാൾക്ക് ചെല്ലിയില്ലെങ്കിൽ ഉറങ്ങാൻ സാധിക്കും. അങ്ങനെ ഒരു ഭയങ്കര ഒരു ലഹരി തന്നെയാണ്. അപ്പൊ അയാൾ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ തൊഴിൽ നമുക്ക് കണ്ടെത്തി കൊടുക്കാവുന്നതാണ്. അയാളുടെ ജാതക ഗണിതം കൃത്യാക്കിയിട്ട് തൊഴിൽ നിർദ്ദേശിക്കാവുന്നതാണ്. അത് സർക്കാരിന്റെ തന്നെ വേണം, പിടിവാശി വേണം. സർക്കാർ ജോലി ഇല്ലാത്തവന് അത് നിങ്ങൾ വിചാരിച്ചാൽ കിട്ടും, അങ്ങനത്തെ ആൾക്കാരുണ്ട്. അല്ല, സർക്കാർ ജോലിക്കാരെക്കാൾ ശമ്പളവും വരുമാനമുള്ള എത്രയോ ജോലിക്കാർ. പക്ഷെ പെണ്ണ് കിട്ടണമെന്നുണ്ടെങ്കിൽ സർക്കാർ ഉദ്യോഗം വേണം, മാർക്കറ്റ് വാല്യൂ. കാരണം എന്താ, അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരു സംഭവം. പെൺകുട്ടി എഡ്യൂക്കേറ്റഡ് ആണ്, അയാള് അത്യാവശ്യം സർക്കാർ ജോലിയാണല്ലോ മതി. നിങ്ങൾ അങ്ങനെ പറയുന്ന അത്ര വിദ്യാഭ്യാസമല്ലല്ലോ ചേർക്കന്. അല്ലേ, കഷ്ടകാലത്തിന് ഇപ്പൊ ചെക്കൻ എന്തെങ്കിലും പറ്റിയാൽ മരിച്ചാല് ഇവിടെ എഡ്യൂക്കേറ്റഡ് ആണല്ലോ, റിസർവേഷൻ ഉണ്ട് തൊഴില്. നമ്മളെ പെണ്ണിന് നമുക്ക് വേണ്ട. കാരണം ഇന്നത്തെ കാലഘട്ടമാണ്, ചെക്കന് ചെറിയ പണിയാണ്, മാഷാണ്, ഇവള് നല്ല ഹെവി എഡ്യൂക്കേറ്റഡ് ആണ്. ഇന്നത്തെ കാലഘട്ടത്തില് നെയ്യില് വിഷം ചേർത്തി ഒക്കെ ചെയ്യില്ലറിയാൻ പറ്റുമോ? 25-50 ലക്ഷം കെട്ടിയൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടാ പെണ്ണിനെ വേണ്ട. അങ്ങനത്തെ അല്ലേ, രക്ഷപ്പെട്ടു. അത് ശരിക്കും ശ്രദ്ധിക്കണം. സർക്കാർ ജോലി വേണമെന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താ, പെൻഷൻ കിട്ടും, സമാധാനമായിട്ട് ജീവിക്കാനുള്ളതുകൊണ്ട്. ഓക്കെ. പക്ഷെ ആകെ 10,000-4,000 ആൾക്കാരാണ് സർക്കാർ ഉദ്യോഗത്തിൽ വിവാഹം കഴിക്കാൻ അത് ഇരിക്കുന്നവരുണ്ടാവുള്ളൂ. ഒരു 4 ലക്ഷം പെൺകുട്ടിയൊക്കെങ്കിലും വേണം. ഒന്നിലേറെ കല്യാണം കഴിക്കാൻ പാടില്ല നിയമം അല്ലെങ്കിൽ അയാൾക്ക് സുഖമായിരുന്നു കുറെ കല്യാണം കഴിക്കും, സന്താന പരമ്പരകൾ ഉണ്ടാവും. ഇന്നിപ്പോ നിയമം എങ്ങനെയാണല്ലോ. അപ്പൊ സർക്കാർ ഉദ്യോഗം എന്നുള്ളതല്ല, ആത്മാർത്ഥമായി കുടുംബജീവിതം നയിക്കാൻ പ്രാപ്തിയുള്ള അത് ആൺകുട്ടിയും പെൺകുട്ടിയും അതിന് ബില്ലിംഗ് ആണ്, സുഖമായിട്ടുള്ള വരുമാനം കൊണ്ട്. പഴയ കാലത്തൊക്കെ നെല്ല് കൂലിപ്പണിക്കാർ സുഖമായിട്ട് ജീവിക്കുന്നു, വൈകുന്നേരം വരെ കൈക്കോട്ട് കളയ്ക്കുന്നു, കിട്ടുന്ന കാശ് കൊണ്ട് സാധനങ്ങൾ അന്നാന്ന് വാങ്ങുന്നു, സമൃദ്ധമായിട്ട് ജീവിക്കുന്നു. കോടിക്കണക്കിന് ഉറുപ്പുണ്ട്, വീട്ടിലൊരു ഒഴിവില്ലാതെ ജീവിക്കുന്നവരുണ്ട്. അത് മനപ്പൊരുത്തക്കുറവാണ്. അവർക്ക് ഐക്യത്തോടു കൂടി കുടുംബം പോകണം എന്ന് രണ്ടു കൂട്ടരും ആഗ്രഹിക്കും. അങ്ങനെ വരുമ്പോ വിവാഹ ജീവിതം അതേമാതിരി തന്നെയാണ്. ഉള്ള തൊഴിലിൽ സംതൃപ്തി ഇട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്താൽ ഏത് തൊഴിലും വലുതാവും. സർക്കാർ ഉദ്യോഗസ്ഥനും ആ ഗുമസ്തനായിട്ട് ഇങ്ങനെ ഇരിക്കണം, ശരിക്കും വീണ്ടും പഠിച്ച് ഹയർ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ അയാള് പ്രൊമോഷൻ കിട്ടി പോകുന്നത് പോലെ. കച്ചവടക്കാരനാണെങ്കിൽ ഞാൻ ഇന്നും കടലേ വെക്കുള്ളൂ, 100 രൂപയുടെ കടല വാങ്ങി അന്നു. അതല്ല, പിന്നെ കപ്പലണ്ടി മുട്ടായി ആയി, പിന്നെ ഒരു റൂമായി. അത് അയാളിൽ ഉണ്ടാവുന്ന അത് നമുക്കൊന്ന് പോഷിപ്പിച്ചു കൊടുക്കാം. അതെങ്ങനെ ഒരു മാർഗം കൂടി ഉണ്ട്. ഒന്ന് ചൂണ്ടിക്കാട്ടി കൊടുക്കാം. അതിനെ പറയാ തോഷ്ടാവാണ്, ചൂണ്ടിക്കാട്ടി കൊടുക്കുന്നത്. നമ്മളെ 38 ദൈവങ്ങളിൽ ഒരാളെ പേരാ തോഷ്ടാവ്. അയാളെ നിർദ്ദേശകൻ, ചൂണ്ടിക്കാട്ടി കൊടുക്കുക. അന്വേഷിച്ച ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞു. അവരുടെ തലക്കുറി
ബൈ ബർത്ത് ടൈം, ഉം, ഉം, ഉം. ലൊക്കേഷൻ, ഉം. ആണാ പെണ്ണാന്ന് പറയുന്നു കേട്ടോ. അതെ, ഇന്നത്തെ അതെ, ചിലപ്പോ ഉം. ആ, പേര് കേട്ട പേര് അറിയില്ല. കേട്ട അറിയില്ല. ഗംഗ. ആ ഗംഗ ഒന്ന് അതെ, അതെ. ആ, ഞാനിത് കേട്ടപ്പോ ചോദിച്ചു നിങ്ങള് മെയിൽ ഓർ ഫീമെയിൽ. അപ്പൊ അവർ പറഞ്ഞു ഫീമെയിൽ. ഓക്കെ, ഗംഗ എന്ന് പറഞ്ഞ ആളുണ്ട്, ഗംഗാധരൻ, ഗംഗ. ആ ഗംഗ ഗംഗ ആ, ഉണ്ട്. ഇവിടെ ഉണ്ട് ഒരു വെറും ഗംഗ. ഗംഗ. അതെ, അതെ. അയാളുടെ പേര് വെറും ഗംഗ. Yes, അപ്പൊ നമ്മൾ പൊതുവെ ഗംഗ സ്ത്രീലിംഗ ആയതുകൊണ്ട് yes. സ്ത്രീയാണെന്ന് കണക്കാക്കും. ആണ്. പിന്നെ വരുമ്പോ അയാൾ കപ്പടാമീശയൊക്കെ ഉം, ഉം. വെച്ചിട്ടാ വരുന്നത് കുടുങ്ങിയില്ലേ. മീശ വെച്ച ഗംഗ. അതെ. അപ്പൊ അതും കൂടി അതെ. ഒന്ന് അറിഞ്ഞാൽ സൗകര്യം കൂടി എനിക്ക് സമയം കുറച്ച് കുറഞ്ഞു കിട്ടും എന്റെ. മാന്യ പ്രേക്ഷകരെ, സർക്കാർ ജോലി മാത്രമേ ഞാൻ ചെയ്യൂ എന്ന് മാനദണ്ഡം വെച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവർക്ക് സർക്കാർ ജോലി ആയിരിക്കില്ല അവരുടെ രാശി പ്രകാരം. അതുകൊണ്ട് തന്നെ അതിന് ചൂണ്ടിക്കാണിക്കാൻ ആ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ഒരു ജ്യോത്സ്യന്റെ കടമയാണത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മാന്യ പ്രേക്ഷകർക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഹരി ഓം ശാന്തി.